ഹായ് ഓൾ, എല്ലാവരും എന്തു പറയുന്നു? സുഖമായിരിക്കുന്നു. ഞങ്ങളെല്ലാവരും ഇവിടെ സുഖമായി ഹാപ്പി ആയിരിക്കുന്നു. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഇന്നൊരു ഹോം ടൂർ വീഡിയോ ആണ് കേട്ടോ. എൻ്റെ നാട്ടിലെ എൻ്റെ സ്വന്തം വീടാണ് കേട്ടോ ഇത്. എല്ലാവരും ആഗ്രഹം പോലെ തന്നെ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഒരു കൊച്ചു വീട് ഉണ്ടാക്കണം എന്ന്. സോ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഏട്ടൻ്റെയും എൻ്റെയും ഒക്കെ ഒരു ആഗ്രഹം പോലെ ഉണ്ടാക്കിയ ഒരു കൊച്ചു വൈറ്റ് ഹൗസ് ആണ് കേട്ടോ ഇത്. സോ ഞങ്ങളുടെ വീട്ടിൻ്റെ പേരാണ് ദേവി കൃപ. ഞങ്ങൾ മാംഗ്ലൂരാണ് താമസം സെറ്റിലായിട്ടുണ്ടായിരുന്നത്. സോ അവിടെ നമ്മൾ ഫ്ലാറ്റിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു വലിയൊരു ആഗ്രഹമായിരുന്നു നാട്ടിലൊരു വീട് വെക്കണമെന്ന്. അങ്ങനെ ഞങ്ങളുടെ ആഗ്രഹം പോലെ തീർത്ത ഒരു വീടാണ് കേട്ടോ ഈ വൈറ്റ് ഹൗസ്. സോ ഞങ്ങൾ സ്റ്റഡീസൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെയും ഏട്ടൻ്റെയും സ്റ്റഡീസൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ വീട് വെക്കണമെന്ന് ഡിസൈഡ് ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട് പണിയുടെ എല്ലാ സ്റ്റേജസും ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി, ക്യാപ്ചർ ചെയ്യാൻ പറ്റി. ഞങ്ങൾ കുറേ ഐഡിയാസ് ഞങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റി. സോ ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റേജ് പൂജ വെപ്പായിരുന്നു. അത് കഴിഞ്ഞ് ആക്ച്വലി ഞങ്ങളിവിടെ കഴുങ്ങൻതോപ്പായിരുന്നു കേട്ടോ. അതൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് ഞങ്ങൾ വീട് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ വീട് പണിയുടെ കുറച്ച് ക്ലിപ്പിങ്സ് ഉണ്ടായിരുന്നതാണ് കേട്ടോ. പണ്ട് എടുത്ത് വെച്ച ഫോട്ടോസ് ആയിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഇനി ഹോം ടൂർ വീഡിയോ കണ്ടാലോ? അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ എല്ലാ ചെടികളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടാണ് വീട് പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ തന്നെ ഞങ്ങൾ വിചാരിച്ചായിരുന്നു വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഇവിടെ പ്ലാന്റ്സൊക്കെ പ്ലാന്റ് ചെയ്യണമെന്ന്. സോ അങ്ങനെ ഞങ്ങൾ വീട് പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് വിചാരിച്ചു വെച്ചാൽ വീടിൻ്റെ സൈഡ് അപ്പുറത്തും ഇപ്പുറത്തും പാർട്ടീഷൻ ചെയ്തിട്ട് നമ്മളെല്ലാ ചെടികളും വീടിന് അത്യാവശ്യമുള്ള ചെടികളൊക്കെ നമ്മൾ പ്ലാന്റ് ചെയ്തായിരുന്നു. സോ ഈ പ്ലാവ്, മാവ്, തെങ്ങ്, കുരുമുളക് ഇതല്ലാതെ വേറെ ഫ്ലവറിങ് പ്ലാന്റ്സും ഫ്രൂട്ട് പ്ലാന്റ്സും ഒക്കെയാണ് കേട്ടോ നമ്മൾ എക്സ്ട്രാ വെച്ചത്. അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ പാഷനേറ്റ് ആയ ആൾ പ്ലാന്റിങ്ങിൻ്റെയും ഗാർഡനിങ്ങിൻ്റെയും ഒക്കെ ഒരു മെയിൻ ആളെന്ന് പറയുമ്പോൾ എൻ്റെ ഏട്ടനാണ് കേട്ടോ, അപ്പുവാണ്. അപ്പോൾ അപ്പു എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഓരോരോ പ്ലാന്റ് ആയിട്ട് വന്നിട്ട് പ്ലാന്റൊക്കെ ചെയ്ത് ഗാർഡനിങ് ഒക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടാണ് പോവുക. അത് അമ്മ കണ്ടിന്യൂ ചെയ്യും. ബാക്കി എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് അമ്മയാണ് കേട്ടോ പ്ലാന്റ്സിൻ്റെ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഏട്ടൻ വന്നപ്പോൾ അപ്പു ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ ഇവിടെ നിന്ന് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റ് കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൊടുന്ന് വെച്ചതാണ് കേട്ടോ അത്. അപ്പോൾ കഴിഞ്ഞ സീസണിൽ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സീസണിൽ ഇത് ഫ്ലവറിങ് ആയിട്ടുണ്ട്. സോ ഇവിടെ കുറച്ചൊരു ഷോ പ്ലാൻസ് ഒക്കെ ഉണ്ട് എൻട്രിയിൽ. അത് കഴിഞ്ഞ് നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോവാം കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു സീറ്റിംഗ് കോട്ട് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് എൻട്രിയിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമ്മളെ പൂജ യൂണിറ്റാണ് കേട്ടോ. സോ ഈ ഡിസൈൻ ആക്ച്വലി നമ്മൾ കുറേ പിൻട്രസ്റ്റ് സെർച്ച് ചെയ്തായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈൻ തന്നെയായിരുന്നു കേട്ടോ വേണ്ടത്. ലൈക്ക് ഓപ്പൺ സ്പേസ് ആയിട്ട് നല്ല ഇങ്ങനത്തെ ഒരു ഡിസൈൻ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. സോ അങ്ങനെ തന്നെയാണ് നമ്മൾ പൂജ യൂണിറ്റ് അമ്മയ്ക്ക് വിട്ടുകൊടുത്തു. ആൻഡ് ദിസ് ഇസ് എ സോഫ യൂണിറ്റ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു TV യൂണിറ്റ് ഉണ്ട് കേട്ടോ. സോ നമുക്ക് ഇവിടെ ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ ഉണ്ട്. ദിസ് ഇസ് എ എൻട്രൻസ്. സോ അതായിരുന്നു കേട്ടോ നമ്മളെ ലിവിങ് റൂം. അപ്പോൾ ഇവിടെ വീട് കൺസ്ട്രക്ഷൻ്റെ ടൈമിൽ തന്നെ ഞങ്ങൾ ഡിസൈഡ് ചെയ്തതായിരുന്നു ഓൺലി 3 കളേഴ്സ്, നോട്ട് മച്ച് കളേഴ്സ്, ബ്ലാക്ക്, വൈറ്റ് ആൻഡ് വുഡൻ കളേഴ്സ്. സോ അതാണ് ഇവിടെ മെയിൻ ഹൈലൈറ്റ് കാണാൻ പറ്റുക. ആൻഡ് ദിസ് ഇസ് ആർ 6 സീറ്റേഴ്സ് ഡൈനിങ് ഏരിയ ആൻഡ് ഒരു ഷെൽഫ് ഉണ്ട്. ആൻഡ് അത്യാവശ്യം കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്. അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മളെ വാഷ് ബേസിൻ യൂണിറ്റ്. സോ ഇതാണ് കേട്ടോ നമ്മളെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. നമ്മൾ വൈറ്റ് കളർ ചൂസ് ചെയ്ത മെയിൻ റീസൺ എന്താ വെച്ചാൽ പകൽ സമയത്ത് നമുക്കിവിടെ ലൈറ്റിൻ്റെ ആവശ്യമില്ല, നല്ല വെളിച്ചമാണ് കേട്ടോ. ആൻഡ് ദിസ് ഈസ് ആർ ഗസ്റ്റ് റൂം. ഇവിടെ അതാണ് നമ്മൾ ഗസ്റ്റ് റൂം വന്നിരിക്കുന്നത്. വിധു അവിടെ ഉറങ്ങുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഹോം ടൂർ എടുക്കുന്ന സമയത്ത് അമ്മ ഇവിടെ അരിനെല്ലിക്കും ചാമ്പയ്ക്കൊക്കെ ഉണ്ടായത് കൊടുന്നിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ടേബിളിൽ. അപ്പം അത് കണ്ടപ്പോൾ ഞാൻ അതൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ഇനി കിച്ചണിലേക്ക് പോവാം. ഒരു മോഡുലർ കിച്ചനും ഉണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ സ്റ്റോറേജ് യൂണിറ്റ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഇവിടെ എല്ലാം നമുക്ക് വൈറ്റ് ആൻഡ് ബ്ലാക്കാണ് നമ്മൾ തീം വരുന്നത്. ആൻഡ് കുറച്ച് വുഡൻ വർക്ക്സും ഉണ്ട്. ആൻഡ് ഇത് നമ്മളുടെ അടുപ്പുള്ള കിച്ചണാണ് കേട്ടോ. സോ ഇവിടെ അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് നല്ല വെളിച്ചമാണ് പകൽ സമയത്ത്. ആൻഡ് ദെൻ ഇത് നമ്മൾക്ക് അപ്സ്റ്റേഴ്സ് പോവാം. സോ അപ്സ്റ്റേഴ്സ് 2 റൂമാണ് കേട്ടോ. സോ ഇതാണ് കേട്ടോ എൻ്റെ റൂം വരുന്നത്. സോ ഇവിടെ ഒരു മിറർ യൂണിറ്റ് ഉണ്ട്, ഒരു ഡ്രസ്സിങ് ടേബിളും ഉണ്ട്.
ആൻഡ് അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു റൂമാണ് കേട്ടോ. ആ സമയത്ത് മാങ്ങ സീസൺ ആണായിരുന്നു കേട്ടോ. ആൻഡ് അതായത് അത്യാവശ്യം മാങ്ങ ഉണ്ട്. ആൻഡ് അവിടെ ഒരു ഓടിട്ട വീട് കാണുന്നില്ല, അതാണ് ഞങ്ങൾ തറവാട്, അച്ഛൻ്റെ തറവാട്. വെക്കേഷൻസിനൊക്കെ വരുമ്പോൾ അവിടെയാണ് ഞങ്ങൾ നിൽക്കാറ്. ആൻഡ് ഇതാണ് കേട്ടോ അപ്പൂൻ്റെ റൂം, ഏട്ടൻ്റെ റൂം വരുന്നത്. ഇവിടെ ബാൽക്കണി ഉണ്ട്. സോ നമുക്ക് നമ്മളെ പുറത്തെ വ്യൂ ഇവിടുന്ന് കാണാൻ പറ്റും കറക്റ്റായിട്ട്. സോ ദിസ് ഈസ് ആ പുറത്ത് നമ്മളെ വ്യൂ ആണ് കേട്ടോ ഇത്. ബാൽക്കണി നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. സോ നമുക്ക് ഇവിടെ ഒരു കോമൺ ഒരു ഏരിയ ഉണ്ട്, അതായത് ഒരു ഹാൾ മാതിരി ചെറിയൊരു ദിവാനിക്കൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ കസിൻസൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇരുന്ന് സംസാരിക്കും വൈകുന്നേരങ്ങളിൽ. ആൻഡ് ഇതാണ് നമ്മൾ പുറത്ത് നിന്ന് നിൽക്കുന്ന ബാൽക്കണി വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. സോ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തത്. കുറച്ച് സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഇരുന്ന് കുറച്ച് വൈകുന്നേരങ്ങളിലൊക്കെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന മാതിരി ഒരു ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് ഞങ്ങളുടെ വീട്. ആശിച്ച് മോഹിച്ച് ഉണ്ടാക്കിയ ഒരു വീടാണ്, നമ്മളെ ഡ്രീം കം ട്രൂ ഒരു ഹൗസാണ് ആക്ച്വലി എല്ലാവരുടെയും. അപ്പം നിങ്ങളെല്ലാവർക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങളുണ്ട്. വീട് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഒരു സ്വപ്നമാണല്ലേ. അപ്പോൾ എല്ലാവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം എന്തായാലും അടുത്ത വ്ളോഗിലൂടെ കാണാം. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. Until next video, stay tuned. Bye bye.